ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിനകത്തെ കറണ്ട് അഫേഴ്സ് നവംബർ മാസത്തിലെ പുതിയ കറണ്ട് അഫേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. ഓക്കെ. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ, അതായത് IUCN വേൾഡ് കൺസർവേഷൻ ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയ കെന്റൺ മില്ലർ പുരസ്കാരം ഇന്ത്യയുടെ സൊനാലി ഘോഷിനാണ് ലഭിച്ചിരിക്കുന്നത്. എന്താണ് കെന്റൺ മില്ലർ പുരസ്കാരം? എന്ത് പുരസ്കാരമാണ്? കെന്റൺ മില്ലർ പുരസ്കാരം. കെന്റൺ മില്ലർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കെന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയണം? സൊനാലി ഘോഷ്. കെന്റൺ മില്ലർ പുരസ്കാരം. കെന്റൺ മില്ലർ പുരസ്കാരം ഇന്ത്യയുടെ സൊനാലി ഘോഷിൻ്റെതാണ്. WCPA എന്ന് പറഞ്ഞിരിക്കുന്നത് വേൾഡ് കൺസർവേഷൻ ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയ. അതായത് IUCN WCPA കെന്റൺ മില്ലർ പുരസ്കാരം ലഭിച്ചത് സൊനാലി ഘോഷ. സത്യൻ ചലച്ചിത്ര പുരസ്കാരം നടി ഉർവശിക്കാണ് ലഭിച്ചിരിക്കുന്നത്. മുല്ലനേഴി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് BK ഹരിനാരായണനാണ്. മുല്ലനേഴി പുരസ്കാരം BK ഹരിനാരായൺ. PV തമ്പി മെമ്മോറിയൽ എൻഡോമെന്റ് പരിസ്ഥിതി പുരസ്കാരം സുരേന്ദ്രൻ ധർമ്മടത്തിനാണ്. സുരേന്ദ്രൻ ധർമ്മടത്തിനാണ് PV തമ്പി മെമ്മോറിയൽ എൻഡോമെന്റ് പുരസ്കാരം. PV തമ്പി മെമ്മോറിയൽ എൻഡോമെന്റ് പരിസ്ഥിതി പുരസ്കാരം സുരേന്ദ്രൻ ധർമ്മടത്തിനാണ്. ജസ്റ്റിസ് കൃഷ്ണയ്യർ പുരസ്കാരം P സദാശിവത്തിനാണ്. മുൻ ഗവർണർ ആയിട്ടുള്ള P സദാശിവത്തിനാണ് ജസ്റ്റിസ് കൃഷ്ണയ്യർ പുരസ്കാരം. UA ഖാദർ പുരസ്കാരം ആർക്കാണ്? KV മോഹൻകുമാറിനാണ് UA ഖാദർ പുരസ്കാരം. UA ഖാദർ പുരസ്കാരം KV മോഹൻകുമാറിനാണ്. P ഗോവിന്ദപിള്ള ദേശീയ പുരസ്കാരം പ്രസിദ്ധ സംഗീതകാരൻ TM കൃഷ്ണയ്ക്കാണ്. TM കൃഷ്ണ. പൽപു ഫൗണ്ടേഷൻ അവാർഡ് KG ബാബുരാജ്. TJ ചന്ദ്രചൂഡൻ പുരസ്കാരം G സുധാകരൻ. കുറെ അവാർഡ്സുകളെ പറ്റിയിട്ടൊക്കെയാണ് ആദ്യമൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് സിമ്പിൾ പഠിച്ചു വരാം കേട്ടോ. ഇപ്പം ജെൻസി പ്രക്ഷോഭത്തെ തുടർന്ന് പ്രസിഡന്റ് ഇംപീച്ച്മെന്റ് ചെയ്ത സ്ഥലം ഏതാണ്? മഡഗാസ്കർ ആണ്. മഡഗാസ്കർ. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചാന്ന് തോന്നുന്നു കഴിഞ്ഞ വീക്കിൽ അല്ലേ? ഇംപീച്ച് ചെയ്തത് മഡഗാസ്കർ ആണ്. ജെൻസി പ്രക്ഷോഭത്തെ തുടർന്ന് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്തത് മഡഗാസ്കർ. സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് ബസ് യാത്ര ചെയ്തതിനുള്ള ലോക റെക്കോർഡ് സ്വന്തമാക്കി കർണാടക സർക്കാരിന്റെ ശക്തി പദ്ധതി. ഏത് പദ്ധതിയാണ്? ശക്തി പദ്ധതി. ഏത് സംസ്ഥാനം? കർണാടക. എന്തിനാണ്? സൗജന്യമായിട്ട് ബസ് യാത്ര ചെയ്തതിനുള്ള ലോക റെക്കോർഡ് സ്വന്തമാക്കിയത് കർണാടക സംസ്ഥാനം. ഇനി ബ്രിട്ടീഷ് അക്കാദമിയുടെ 2025 ബുക്ക് പ്രൈസ് ഇന്ത്യൻ വംശജനായ ചരിത്രകാരൻ സുനിൽ അമൃതിനാണ് ലഭിച്ചിരിക്കുന്നത്. സുനിൽ അമൃതിന്. ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ലാസ്റ്റ് 500 years എന്ന പുസ്തകത്തിനാണ് അവാർഡ്. 30 ലക്ഷം രൂപയാണ് ഏകദേശം പുരസ്കാര തുക എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ത് പ്രൈസ് ആണ് ലഭിച്ചിരിക്കുന്നത്? ബുക്ക് പ്രൈസ്. ബുക്ക് പ്രൈസ് ആണ്. ബ്രിട്ടീഷ് അക്കാദമിയുടെ 2025 ബുക്ക് പ്രൈസ്. ബുക്കർ പ്രൈസ് അല്ലല്ലോ അല്ലെ? ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയൺമെന്റിന്റെ ഹിസ്റ്ററി ഓഫ് ലാസ്റ്റ് 500 years. ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ലാസ്റ്റ് 500 years. സുനിൽ അമൃത്. സുനിൽ അമൃത്. K ബാലകൃഷ്ണൻ നമ്പ്യാർ പുരസ്കാരം NS മാധവന്. ജ്യോതിശാസ്ത്രജ്ഞൻ ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർക്ക് രാജ്യത്തെ പരമോന്നത ശാസ്ത്ര ബഹുമതിയായ വിജ്ഞാൻ രത്ന, അത് പഠിച്ചു നോക്കണേ. വിജ്ഞാൻ രത്ന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? ജയന്ത് വിഷ്ണു നാർലിക്കർക്ക്. ജയന്ത് വിഷ്ണു നാർലിക്കർക്കാണ് പരമോന്നത ശാസ്ത്ര ബഹുമതിയുടെ പേരാണ് വിജ്ഞാൻ രത്ന എന്ന് പറയുന്നത്. വിജ്ഞാൻ രത്ന.
വിജ്ഞാൻ രത്ന പുരസ്കാരം ഇന്ത്യയിലെ പരമോന്നത ശാസ്ത്ര ബഹുമതിയാണ്. വിജ്ഞാൻ രത്ന പുരസ്കാരം. ജയന്ത് വിഷ്ണു നാർലിക്കർ. എന്താണ്? ജയന്ത് വിഷ്ണു നാർലിക്കർ. ലോക മത പാർലമെന്റ് അഥവാ ലോക മത സമ്മേളനം എവിടെ വെച്ചിട്ടാണ് നടന്നത്? വിക്ടോറിയൻ പാർലമെന്റില്. എവിടെയാണ്? ഓസ്ട്രേലിയയില്. ലോകമത പാർലമെന്റ്, ലോകമത സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലെ വിക്ടോറിയൻ പാർലമെന്റിലാണ് ലോകമത സമ്മേളനം. ലോകമത സമ്മേളനം എവിടെയാണ്? ഓസ്ട്രേലിയയിലെ വിക്ടോറിയൻ പാർലമെന്റില്. ഓസ്ട്രേലിയയിലെ വിക്ടോറിയൻ പാർലമെന്റില്. എ പ്രഗ്നന്റ് വിഡോ കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിൽ തെരഞ്ഞെടുത്ത മലയാളത്തിൽ നിന്നുള്ള ഏക ചിത്രം. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമയാണ് എ പ്രഗ്നന്റ് വിഡോ എന്നത്. എവിടത്തെയാണ്? അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ തെരഞ്ഞെടുത്ത മലയാളത്തിൽ നിന്നുള്ള ഏക ചിത്രം എ പ്രഗ്നന്റ് വിഡോ. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഹെപ്പറ്റൈറ്റിസ് ബി, HIV, സിഫിലിസ് എന്നീ രോഗങ്ങൾ പകരുന്നത് പൂർണ്ണമായും തടഞ്ഞ ലോകത്തിലെ ആദ്യ രാജ്യമാണ് മാലിദ്വീപ്. അപ്പം അടുത്തിടെ ജൻസി പ്രക്ഷോഭം മൂലം പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്തത് മഡഗാസ്കർ. പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്തു മഡഗാസ്കർ. ശക്തി പദ്ധതി കർണാടകത്തിലാണ് കൂടുതൽ സ്ത്രീകൾക്ക് ബസ് യാത്ര ചെയ്തതിനുള്ള ലോക റെക്കോർഡ്. ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദ ലാസ്റ്റ് 500 ഇയേഴ്സ് എന്ന ബുക്കിനാണ് 2025 ബ്രിട്ടീഷ് അക്കാദമിയുടെ ബുക്ക് പ്രൈസ് ലഭിച്ചത്. ഇന്ത്യൻ വംശജനായ സുനിൽ അമൃതിനാണ്. ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദ ലാസ്റ്റ് 500 ഇയേഴ്സ്. ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദ ലാസ്റ്റ് 500 ഇയേഴ്സ്. ഇനിയും NS മാധവന്റെ ഇത് ഓർത്ത് വെച്ചേക്കണം. വിജ്ഞാൻ രത്ന പുരസ്കാരം ജയന്ത് വിഷ്ണു നാർലിക്കർക്കാണ്. വിജ്ഞാൻ രത്ന പുരസ്കാരം ജയന്ത് വിഷ്ണു നാർലിക്കർക്കാണ്. പ്രഗ്നന്റ് വിഡോ എന്നത് മലയാളത്തിൽ നിന്നുള്ള ചിത്രമാണ്. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മലയാളത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത്. ലോകമത സമ്മേളനം ഓസ്ട്രേലിയയിലെ വിക്ടോറിയൻ പാർലമെന്റിലാണ് നടന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇത്രയും കാര്യങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ പറയാമോ ഇതുവരെയുള്ള കാര്യങ്ങൾ? ഓക്കെ, ശക്തി പദ്ധതി എവിടാണ് സംഭവിച്ചിരിക്കുന്നത്? ശക്തി പദ്ധതി കർണാടക. എന്തുമായി ബന്ധപ്പെട്ടാണ്? സ്ത്രീകളുടെ ബസ് യാത്ര. ലോകമത പാർലമെന്റ് സമ്മേളനം നടന്നത് എവിടെയാണ്? ഫസ്റ്റ് ആയിട്ട് പറയൂ. ഓസ്ട്രേലിയ വിക്ടോറിയ പാർലമെന്റ്. ഇനി മലയാളത്തിൽ നിന്നുള്ള ഏത് സിനിമയാണ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ വന്നിരിക്കുന്നത്? തെരഞ്ഞെടുത്തത് എ പ്രഗ്നന്റ് വിഡോ. ഇനി ഹെപ്പറ്റൈറ്റിസ് ബി, HIV, സിഫിലിസ് തുടങ്ങിയ രോഗങ്ങൾ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുന്നത് തടയുന്നത് ആദ്യ ലോകത്തിലെ രാജ്യം ഏതാണ്? മാലിദ്വീപ് ആണ്. ഉയർന്ന ശാസ്ത്ര ബഹുമതിയുടെ പേരെന്താണ്? വിജ്ഞാൻ രത്ന പുരസ്കാരം. അത് ലഭിച്ചത് ലേറ്റസ്റ്റ് ആയിട്ട് ജയന്ത് വിഷ്ണു നാർലിക്കർക്ക്. ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദ ലാസ്റ്റ് 500 ഇയേഴ്സ് എന്ന പുസ്തകം രചിച്ചത് സുനിൽ അമൃത്. ബ്രിട്ടീഷ് അക്കാദമിയുടെ ബുക്ക് പ്രൈസിന്റെ സമ്മാന തുക എത്രയാണ്? 30 ലക്ഷം രൂപ. ജൻസി പ്രക്ഷോഭത്തെ തുടർന്ന് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്ത രാജ്യം
മഡഗാസ്കർ ആണ്. IUCN-ന്റെ WCPA പുരസ്കാരം ലഭിച്ചത് സോനാലി ഘോഷിനാണ്. സോനാലി ഘോഷിനാണ്. ഓക്കെ. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരമായിട്ട് പാകിസ്ഥാനിലെ ലാഹോർ തെരഞ്ഞെടുക്കപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം പാകിസ്ഥാനിലെ ലാഹോർ. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം 1000 റൺസ് ചെറിയ പഠിച്ചോ. രവീന്ദ്രനാഥ ടാഗോറിന്റെ അർദ്ധകായ പ്രതിമ ചൈനയുടെ തലസ്ഥാനമായിട്ടുള്ള ബെയ്ജിങ്ങിലാണ് അനാച്ഛാദനം ചെയ്തത്. എവിടെയാണ്? ബെയ്ജിങ്ങിൽ അനാച്ഛാദനം ചെയ്തു. ഗുജറാത്തിലെ സർക്രീക്കിൽ ഇന്ത്യ നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് ഏത്? തൃശൂൽ എന്നത്. എവിടെയാണ് നടത്തുന്നത്? ഗുജറാത്തിലെ സർക്രീക്കിൽ നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസം ആണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തൃശൂൽ കൊണ്ട്. ഗുജറാത്തിലെ സർക്രീക്കിൽ ഇന്ത്യ നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസം തൃശൂൽ. ഇനി ആസിയാൻ ഉച്ചകോടി മലേഷ്യൻ തലസ്ഥാനമായിട്ടുള്ള ക്വാലലംപൂരിലാണ് നടന്നത്. ആസിയാൻ ഉച്ചകോടി മലേഷ്യയില് ക്വാലലംപൂരിൽ നടന്നു. 11ാം അംഗരാജ്യം ആയി വന്നു കിഴക്കൻ ടിമോർ. ആസിയാനിലെ 11ാമത്തെ അംഗരാജ്യം കിഴക്കൻ ടിമോർ. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന് പറയുന്ന പേരാണ് മോന്ത എന്ന് പറഞ്ഞ മോന്ത. ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷനെ ഛത്രപതി സംഭാജി നഗർ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്തു. ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷനെ ഛത്രപതി സംഭാജി നഗർ സ്റ്റേഷൻ ഛത്രപതി സംഭാജി നഗർ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്തു. ഛത്രപതി സംഭാജി നഗർ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്തു. ഛത്രപതി സംഭാജി നഗർ സ്റ്റേഷൻ. ഏറ്റവും മികച്ച സാമൂഹിക നിലവാരമുള്ള സംസ്ഥാനം ആയി കേരളം. ഏറ്റവും മികച്ച സാമൂഹിക നിലവാരമുള്ള സംസ്ഥാനം കേരളം. 3 പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച രാജ്യത്തെ ആദ്യത്തെ സർക്കാർ ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ഡൽഹിയിലെ എയിംസ് കഴിഞ്ഞാൽ സർക്കാർ മേഖലയിൽ ആദ്യമായി ശ്വാസകോശം മാറ്റിവെക്കുന്ന ആശുപത്രിയും ആയി കോട്ടയം മെഡിക്കൽ കോളേജ്. ഡൽഹിയിലെ എയിംസ് കോളേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് സർക്കാർ മേഖലയിൽ ശ്വാസകോശം മാറ്റിവെക്കുന്ന ആശുപത്രി ആയിട്ട് വന്നു കോട്ടയം മെഡിക്കൽ കോളേജ്. അപ്പം ഏറ്റവും മികച്ച സാമൂഹിക നിലവാരമുള്ള സംസ്ഥാനം കേരളം. 3 പ്രധാനപ്പെട്ട അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച ഫസ്റ്റ് സർക്കാർ ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ആസിയാൻ ഉച്ചകോടി നടന്ന സ്ഥലം മലേഷ്യ ക്വാലലംപൂർ. 11ാം അംഗരാജ്യമാണ് കിഴക്കൻ ടിമോർ. 11ാമത്തെ അംഗരാജ്യം കിഴക്കൻ ടിമോർ. ആസിയാൻ. മോന്ത ബംഗാൾ ഉൾക്കടൽ. ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷനെ ഛത്രപതി സംഭാജി നഗർ സ്റ്റേഷൻ. എന്താണ്? ഛത്രപതി സംഭാജി നഗർ സ്റ്റേഷൻ. ഛത്രപതി സംഭാജി നഗർ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്തു. ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷനെ ഛത്രപതി സംഭാജി നഗർ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഇത്രയും കാര്യങ്ങളൊക്കെ. സർക്രീക്ക് തൃശൂൽ മറന്നുപോലെ. തൃശൂല്, ബെയ്ജിംഗ് അർദ്ധകായ പ്രതിമ. ആസിയാൻ ക്വാലലംപൂർ മലേഷ്യ. 11ാമത്തത് കിഴക്കൻ ടിമോർ മോന്ത ഛത്രപതി സംഭാജി നഗർ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്തു. ഓക്കെ. ദക്ഷിണ കൊറിയയിലെ ബുസാനിലാണ് ഇന്ത്യയും ദക്ഷിണ കൊറിയയും ചേർന്നുള്ള നാവിക അഭ്യാസം നടന്നത്. ഇന്ത്യയും സൗത്ത് കൊറിയയും തമ്മിലുള്ള നാവിക അഭ്യാസം നടന്നത് ബുസാനിലാണ്. എവിടെയാണ്? ദക്ഷിണ കൊറിയയിലെ ബുസാനിലാണ് ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ആദ്യത്തെ നാവിക അഭ്യാസം നടന്നത്.
കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രം ആണ് മൈത്രി 2. കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗവേഷണ കേന്ദ്രം മൈത്രി 2. സ്പേസ് എക്സ് സ്ഥാപകനായ ഇലോൺ മസ്ക് അവതരിപ്പിച്ച AI എൻസൈക്ലോപീഡിയ ആണ് ഗ്രോക്ക്പീഡിയ. Encyclopedia of Musk. AI Encyclopedia, Grokpedia. EP ജയരാജന്റെ ആത്മകഥയാണ് ഇതാണ് എന്റെ ജീവിതം. ഇതാണ് എന്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? EP ജയരാജന്റേതാണ്. ഇതാണ് എന്റെ ജീവിതം എന്ന ആത്മകഥ EP ജയരാജിൻ്റെതാണ്. ദയാവധം നിയമപരമാക്കിയ ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഉറുഗ്വേ. ഇതാണ് എന്റെ ജീവിതം EP ജയരാജിന്റെ ആത്മകഥയാണ്. ദയാവധം നിയമപരമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് ഉറുഗ്വായ്. ദീപിക പദുക്കോൺ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പ്രഥമ മാനസിക ആരോഗ്യ അംബാസിഡറായി നിയമിതയായി. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പ്രഥമ മാനസിക ആരോഗ്യ അംബാസിഡറായിട്ട് നിയമിതയായത് ആരാണ്? ദീപിക പദുക്കോണാണ്. ദീപിക പദുക്കോണാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പ്രഥമ മാനസിക ആരോഗ്യ അംബാസിഡറായിട്ട് നിയമിതയായത്. പ്രഥമ മാനസിക ആരോഗ്യ അംബാസിഡറായിട്ട് നിയമിതയായത് ദീപിക പദുക്കോൺ. EP ജയരാജിന്റെ ആത്മകഥയാണ് ഇതാണ് എന്റെ ജീവിതം. ഇതാണ് എന്റെ ജീവിതം. ദയാവധമാണെങ്കിൽ ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഉറുഗ്വേ. ഒന്ന് പെട്ടെന്ന് പഠിച്ചേ. ഇത് മൂന്നും പഠിച്ചോ? അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കും, അപ്പൊ പറഞ്ഞോണേ. എലോൺ മസ്കിന്റെ അറിയാലോ, ഗ്രോക്ക്പീഡിയ. അന്റാർട്ടിക്ക കിഴക്ക് ഭാഗം മൈത്രി 2. ബുസാൻ സൗത്ത് കൊറിയ നാവിക അഭ്യാസം ബുസാൻ. ഇനി ഭാവന ചൗധരി അതിർത്തി രക്ഷാ സേനയുടെ ആദ്യത്തെ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ. ഫസ്റ്റ് വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ BSFന്റെ അതിർത്തി രക്ഷാ സേനയുടെ ആദ്യത്തെ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ആണ് ഭാവന ചൗധരി. ഭാവന ചൗധരി അതിർത്തി രക്ഷാ സേന BSFന്റെ ആദ്യത്തെ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ഭാവന ചൗധരി. ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് നീരജ് ചോപ്രയ്ക്ക് സൈന്യത്തിന്റെ ഓണററി ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചിട്ടുണ്ട്. ഓണററി ലഫ്റ്റനന്റ് കേണൽ പദവി നീരജ് ചോപ്ര. ദീപിക പദുക്കോണിന്റെ നമ്മളിപ്പോ കണ്ട എന്താണ്? പ്രാഥമിക മാനസിക ആരോഗ്യത്തിന്റെ അംബാസിഡർ, പ്രൈമറി മെന്റൽ ഹെൽത്ത് അംബാസിഡർ ആണ് ദീപിക പദുക്കോൺ. ആരാണ് നടത്തുന്നത്? ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വാഹന ഗതാഗത യോഗ്യമായ റോഡ് നിർമ്മിച്ചത് ലഡാക്കിലാണ്. ലഡാക്ക്. ഫ്രാൻസിസ്കോ പിന്റോ ബാൽസെമാവോ എവിടുത്തെ മുൻ പ്രധാനമന്ത്രി? പോർച്ചുഗലിലെ മുൻ പ്രധാനമന്ത്രി ഫ്രാൻസിസ്കോ പിന്റോ ബാൽസെമാവോ. കൂത്താട്ടുകുളത്ത് അന്തരിച്ചു. റെയ്ല ഒഡിംഗ കെനിയ. റെയ്ല ഒഡിംഗ.
ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ബെക്ക് സേഹി അന്തരിച്ചു. ഐ വാണ്ട് ടു ഡൈ ബട്ട് ഐ വാണ്ട് ടു ഈറ്റ് ടീറ്റു ബോഖി എന്ന പുസ്തകമാണ് ബെക്കിനെ ശ്രദ്ധേയനാക്കിയത്. ബെക്ക് സേഹി I want to die, but I want to eat T2 Bokhi. ബെക്ക് സേഹി അന്തരിച്ചു. ദക്ഷിണ കൊറിയ എഴുത്തുകാരി. I want to die, but I want to eat T2 Bokhi. പ്രശസ്ത ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഏകനാഥ് വസന്ത് ചിറ്റ്നിസ് പൂനെയിൽ അന്തരിച്ചു. ഏകനാഥ് വസന്ത് ചിറ്റ്നസ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവൽ ആയ യാനം, നമ്മൾ യാനത്തിനെ പറ്റിയിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ലിറ്റററി ട്രാവൽ ഫെസ്റ്റിവൽ യാനം, അത് നടന്നത് എവിടെയാണോ? വർക്കലയിലാണ്. യാനം വർക്കലയിൽ. അപ്പൊ യാനം എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഫസ്റ്റ് പരിപാടി നടന്നത് എവിടെയാണ്? വർക്കലയിലാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവൽ ആണ് യാനം എന്ന് പറയുന്നത്. യാനം നടന്ന സ്ഥലം എവിടെയാണ്? വർക്കലയിലാണ്. യാനം നടന്ന സ്ഥലം വർക്കല. അപ്പൊ ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്ന് വിശാഖപട്ടണത്ത് വെച്ച് നടത്തുന്ന സംയുക്ത നാവിക അഭ്യാസമാണ് സമുദ്രശക്തി. ആരൊക്കെ തമ്മിലാണ്? അപ്പൊ ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിൽ നടന്നത് നാവിക അഭ്യാസം നടന്ന സ്ഥലം മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. സ്ഥലത്തിന്റെ പേര് എന്തുവായിരുന്നു? ബുസാൻ. അപ്പൊ ഇവിടെ എന്താണ്? സമുദ്രശക്തിയാണ്. എവിടെ വെച്ചാണ് നടത്തുന്നത്? വിശാഖപട്ടണത്ത് വെച്ചിട്ടാണ് സമുദ്രശക്തി. ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ നടത്തുന്നത്. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ വിശാഖപട്ടണത്ത് വെച്ച് നടത്തുന്ന നാവിക അഭ്യാസം ആണ് ഏതെന്ന് പറയുന്നത്? സമുദ്രശക്തി. ഇന്ത്യ ആൻഡ് ഇന്തോനേഷ്യ വിശാഖപട്ടണത്ത് വെച്ച് നടത്തുന്ന എന്ത് അഭ്യാസം? നാവിക അഭ്യാസം. ദക്ഷിണ കൊറിയയും ഇന്ത്യയും തമ്മിൽ ബുസാനിൽ വെച്ചിട്ട് സംയുക്ത നാവിക അഭ്യാസം നടത്തി. ഇത് സമുദ്രശക്തി എന്നു പേരുള്ള സംഭവം ഏതാണ്? സമുദ്രശക്തി വിശാഖപട്ടണം, ഇന്ത്യ ആൻഡ് ഇന്തോനേഷ്യ. അത്ലറ്റിക്സ് ചാമ്പ്യന്മാരുമായി സ്കൂൾ കായികമേളയിൽ ആദ്യമായിട്ട് ഏർപ്പെടുത്തിയ ചീഫ് മിനിസ്റ്റർ സ്വർണ്ണക്കപ്പ് ലഭിച്ചത് തിരുവനന്തപുരം. ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഡോക്ടർ ഹരിണി അമരസൂര്യ ഇന്ത്യയിലെത്തി. ഇപ്പൊ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയുടെ പേര് അല്ലെങ്കിലും പഠിച്ചു നോക്കണം, ഇടക്കിടക്ക് അല്ലെങ്കിൽ തന്നെ ചോദിക്കുന്നതാണ്. ഹരിണി അമരസൂര്യ പുതിയ ഡയറക്ടർ ജനറലായിട്ട് നിയമിതരായത്. യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറൽ ഖാലിദ് എൽ എനാനി. യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറൽ ഖാലിദ് എനാനി. മൈസൂരു വിമാനത്താവളത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടർ ആയിട്ടുള്ള മലയാളി പി വി ഉഷാകുമാരി. ഡോക്ടർ പോൾ കപൂർ US വിദേശകാര്യ വകുപ്പിന്റെ മധ്യ ദക്ഷിണേഷ്യൻ കാര്യങ്ങൾക്കുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിയായി നിയമിതരായി. പോൾ കപൂർ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ നോക്കാം. ഇപ്പൊ പറഞ്ഞേ, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ പൂർണ്ണമായും തടഞ്ഞ ലോകത്തിലെ ആദ്യ രാജ്യം മാലിദ്വീപ്. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം പാകിസ്ഥാനിലെ ലാഹോർ. ലോക മത സമ്മേളനം നടന്ന സ്ഥലം ഓസ്ട്രേലിയ. IUCN-ന്റെ WCPA പുരസ്കാരം ലഭിച്ചത് ഇന്ത്യയുടെ സൊണാലി ഘോഷ്. ശക്തി പദ്ധതി, സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് ബസ് യാത്ര, ലോക റെക്കോർഡ്
സ്വന്തമാക്കിയത് ഏത് സർക്കാർ? കർണാടക സർക്കാർ. ബ്രിട്ടീഷ് അക്കാദമിയുടെ 2025 ബുക്ക് പ്രൈസ് ലഭിച്ചത് സുനിൽ അമൃത്. എത്ര ലക്ഷം രൂപയാണ്? ആ ബുക്കിന്റെ ആദ്യത്തെ പേര് വല്ല ഓർമ്മ ഉണ്ടോ? ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയൺമെന്റൽ. ബേണിംഗ് എർത്ത് ആൻഡ് എൻവയൺമെന്റൽ ഹിസ്റ്ററി. ലാസ്റ്റ് 500. ജൻസി പ്രക്ഷോഭത്തെ തുടർന്ന് പ്രസിഡന്റ് ഇംപീച്ച് ചെയ്തത് മഡഗാസ്കർ. സത്യൻ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ഉർവശിക്ക്. കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ഇന്ത്യൻ മത്സര വിഭാഗത്തിൽ തെരഞ്ഞെടുത്ത മലയാളത്തിൽ നിന്നുള്ള ഏക ചലച്ചിത്രം എ പ്രഗ്നന്റ് വിഡോ. ഓക്കെ. ആസിയാൻ ഉച്ചകോടിയുടെ ഉച്ചകോടി നടന്ന സ്ഥലം മലേഷ്യ, ക്വാലലംപൂർ. ഓക്കെ, വെരി ഗുഡ്. ആൻഡ് കിഴക്കൻ തിമോർ എന്ന് പറഞ്ഞത് എത്രാമത്തെ അംഗരാജ്യമായിട്ടാണ് വന്നിരിക്കുന്നത്? 11ാമത്തത്. ഗുജറാത്തിലെ എവിടെ നടന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് തൃശൂൽ എന്ന് പറയുന്നത്? ഗുജറാത്തിലെ എവിടെ നടന്ന സംയുക്ത സൈനിക അഭ്യാസം സർ ക്രീക്കിൽ നടന്നതാണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത സ്ഥലം ബെയ്ജിംഗ്. 3 പ്രധാനപ്പെട്ട അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച രാജ്യത്തെ ആദ്യ സർക്കാർ ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജ്. മികച്ച സാമൂഹ്യ നിലവാരമുള്ള സംസ്ഥാനം കേരളം. ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷനെ ഛത്രപതി ഏത് സ്റ്റേഷൻ എന്ന പേരിലാണ് പുനർനാമകരണം ചെയ്തത്? സംഭാജി. ഛത്രപതി സംഭാജി. ഛത്രപതി എന്ന് മാത്രം പഠിച്ചു വെക്കരുത്, ഛത്രപതിയുടെ പേരിൽ കുറെ. ഛത്രപതിക്ക് ശേഷമുള്ള സംഭാജി നഗർ. മോന്ത ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് എവിടെയാണ്? ബംഗാളിൽ. ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷനെ ഛത്രപതി ഏറ്റവും അതൊക്കെ പറഞ്ഞു നമ്മള്. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിലാണ് തിരുവനന്തപുരം ഓവറോൾ ചാമ്പ്യന്മാരായിട്ട് വന്നത്? മലപ്പുറം അത്ലറ്റിക്സ് ചാമ്പ്യന്മാരായിട്ട് വന്നു. ഓവറോൾ ചാമ്പ്യന്മാരായിട്ട് വന്നത് ആരാണ്? തിരുവനന്തപുരം. എവിടാ? 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാര് തിരുവനന്തപുരം. അത്ലറ്റിക്സ് ചാമ്പ്യന്മാരായത് മലപ്പുറം. അത്ലറ്റിക്സ് ചാമ്പ്യന്മാര് മലപ്പുറം. സ്കൂൾ കായികമേളയിൽ ആദ്യമായിട്ട് ഏർപ്പെടുത്തിയത് ചീഫ് മിനിസ്റ്റർ സ്വർണ്ണക്കപ്പ്. ചീഫ് മിനിസ്റ്റർ സ്വർണ്ണക്കപ്പ് അത് നേടിയത് ആരാ? തിരുവനന്തപുരം. ഞാൻ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കണേ. അതായത് നമ്മൾ ഇവിടെങ്ങാണ്ട് ഇപ്പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. 67ാമത് സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരുടെ പൊസിഷൻ ആരാണ്? തിരുവനന്തപുരം. അത്ലറ്റിക്സ് ചാമ്പ്യന്മാരായത് മലപ്പുറം. അത്ലറ്റിക്സ് ചാമ്പ്യന്മാർ മലപ്പുറവും ഓവറോൾ ചാമ്പ്യൻ ആരാണ് വരുന്നത്? തിരുവനന്തപുരം. ചീഫ് മിനിസ്റ്റർ സ്വർണ്ണക്കപ്പ് ലഭിച്ചത് ആർക്കാ? തിരുവനന്തപുരം. ചീഫ് മിനിസ്റ്റർ സ്വർണ്ണക്കപ്പ് ആദ്യമായിട്ട് ഏർപ്പെടുത്തിയ സംസ്ഥാന സ്കൂൾ കായികമേള ഏതാ? എത്രാമത്തേതാ? 67. എവിടെ വെച്ച് നടന്നു? തിരുവനന്തപുരത്ത്. അങ്ങനെയൊക്കെ ചോദിക്കാം. ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഇപ്പോഴത്തേതാ? ഹരിണി. ഹരിണി. ഹരിണി എന്ന് പറഞ്ഞ എന്തോ? ഹരിണി മാൻ. അമരസൂര്യ. യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറൽ ഖാലിദ് എനാനി. ഖാലിദ് നാനി. ഖാലിദ്. മൈസൂർ വിമാനത്താവളത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടർ മലയാളി PV ഉഷാകുമാരി. PV ഉഷാകുമാരി. യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറലിന്റെ പേര് ഒന്നുകൂടെ പറഞ്ഞേ. ഖാലിദ് എനാനി. ഒന്നുകൂടെ പറ. ഖാലിദ് എനാനി. ഖാലിദ് എനാനി. ഖാലിദ് എനാനി.
ഇനിയും US വിദേശകാര്യ വകുപ്പിനെ മധ്യ ദക്ഷിണേഷ്യൻ കാര്യങ്ങൾക്കുള്ള അസിസ്റ്റന്റ് സെക്രട്ടറി ആയി നിയമിതനായത് പോൾ കപൂർ. ആരാണ്? പോൾ കപൂർ. രവീന്ദ്രനാഥ ടാഗോറിന്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത സ്ഥലം ബെയ്ജിങ്. എവിടാ? ബെയ്ജിങ്. സമുദ്രശക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയും ഏതു രാജ്യവും തമ്മിലുള്ളതാണ്. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലാണ്. എവിടെ വെച്ചിട്ടാണ് നടന്നത്? പെട്ടെന്ന് പറഞ്ഞേ. സമുദ്രശക്തി നടന്നത് വിശാഖപട്ടണത്ത് വെച്ചിട്ടാണ്. ഇനിയും യാനത്തിന്റെ ആ ഒരു ഫസ്റ്റ് മീറ്റിംഗ് നടന്ന സ്ഥലം എവിടെ? യാനം. യാനം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവൽ ആണ് യാനം. വർക്കലയിലൊക്കെ. വെരി ഗുഡ്. ലഡാക്കിലെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വാഹന ഗതാഗത യോഗ്യമായ റോഡ് നിർമ്മിച്ചിരിക്കുന്നു. ശരിയാണോ? ഓക്കെ. ഇന്ത്യയുടെ ആദ്യത്തെ ഇന്ത്യയുടെ അല്ല, BSFന്റെ അതിർത്തി രക്ഷാസേനയുടെ ആദ്യത്തെ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ എന്തോ ചൗധരിയാ? ഭാവന ചൗധരി. BSFന്റെ ഫസ്റ്റ് വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ഭാവന ചൗധരി. നീരജ് ചോപ്രയ്ക്ക് എന്ത് പദവിയാണ് ലഭിച്ചത്? സൈന്യത്തിന്റെ ഓണററി ലഫ്റ്റനന്റ് കേണൽ. പ്രഥമ മാനസികാരോഗ്യ അംബാസിഡർ ദീപിക പദുക്കോൺ. ഇതാണ് എന്റെ ജീവിതം. ആരുടേതാണ്? ഇതാണ് എന്റെ ജീവിതം എന്ന പുസ്തകം ആത്മകഥ E. ജയരാജിന്റെ ആണോ EP ജയരാജിന്റെ ആണോ? EP ജയരാജിൻ്റെത്. ദയാവധം നിയമപരമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഉറുഗ്വേ. ഉറുഗ്വേ. ദക്ഷിണ കൊറിയയിൽ എവിടെ വെച്ചിട്ടാണ് ഇന്ത്യയും ആയിട്ടുള്ള നാവിക അഭ്യാസം നടന്നത്? ബുസാനിലാണ്. കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ പോകുന്ന ഗവേഷണ കേന്ദ്രം മൈത്രി 2. എലോൺ മസ്കിന്റെ പുതിയ എൻസൈക്ലോപീഡിയയുടെ പേരെന്താണ്? ഗ്രോക്ക്പീഡിയ എന്നാണ്. എന്ത് പേര്? ഗ്രോക്ക്പീഡിയ. സംഭാജി നഗർ പറഞ്ഞു. ഓക്കെ. അപ്പം ഇത്രയും മതി നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ബാക്കി പറ്റുന്ന ജസ്റ്റ് ഒന്ന് വായിച്ചു കിട്ടാം. അത് എല്ലാം ഒന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല. പിന്നെ വേറെ ഇതിലൊക്കെ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതും കൂടെ വന്നോളും. അപ്പൊ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ. ഇപ്പൊ PDF വന്നോ നോക്കൂ. വന്നോ? ഓക്കെ. ബൈ. താങ്ക് യു. ഐ ലവ് യു ഓൾ. അതെ, ഇനി മണ്ടേലേ ഉള്ളൂ.